നമസ്തേ. ഭാരതത്തിൻ്റെ ജനാധിപത്യം മോർച്ചറിയിലായ ദിവസത്തിൻ്റെ 49ാം വാർഷികമാണ് ഇന്ന്. 1975 ജൂൺ 25-നായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നമ്മുടെ ഭരണഘടനയിൽ ഒരു കറുത്ത നിഴൽ വീണ ദിവസത്തിൻ്റെ വാർഷികം. രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഭാരതത്തിൻ്റെ ഏക വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിര കണ്ട പരിഹാരമായിരുന്നു അടിയന്തരാവസ്ഥ. പോലീസ് അറസ്റ്റ് ഭയന്ന് ജീവിച്ച ജനത, പൗരന്മാർക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാലും കോടതിയെ സമീപിക്കാനാവാതിരുന്ന ദുരവസ്ഥ. ഭരണഘടനാ ഭേദഗതിയിലൂടെ സർക്കാരിന് അമിതാധികാരങ്ങൾ കൊടുത്തപ്പോൾ ജനാധിപത്യം ചവറ്റുകൊട്ടയിലായി. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ ജനഡിബേറ്റ് പരിശോധിക്കുന്നു. വിലങ്ങണിയിച്ചവരോ വിശുദ്ധ? രാഷ്ട്രീയ നിരീക്ഷകരായ അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസ്, പാണ്ഡ്യാല ഷാജി, എൻ ശ്രീകുമാർ, CPI നേതാവ് രാജാജി മാത്യു തോമസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ടി ജി മോഹൻദാസിൽ നിന്ന് തുടങ്ങുകയാണ്. ടി ജി, 1971 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയ്ക്കെതിരെ റായ്ബറേലിയിൽ മത്സരിച്ച രാജ് നാരായൺ ഇന്ത്യയുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പൊതു സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തെന്ന ആരോപണവുമായി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ച സംഭവങ്ങളുടെ തുടക്കം. ഇന്ദിര 6 വർഷത്തേക്ക് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്നായിരുന്നു കോടതിയുടെ വിധി. ഇതിനെതിരെ ഇന്ദിര അപ്പീൽ നൽകി. പ്രധാനമന്ത്രിയായി ഇന്ദിരയ്ക്ക് തൽക്കാലം തുടരാമെന്ന സുപ്രീം കോടതിയുടെ ഇടക്കാല വിധിയുണ്ടായതോടെ രാജ്യമാകമാനം പ്രതിഷേധമാളിക്കത്തി. ഇത് അടിച്ചമർത്താൻ അധികാരപ്രമത്തത ബാധിച്ച ഇന്ദിര കണ്ട പോംവഴിയായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. തുടർന്ന് പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടു. ഇന്ദിരയ്ക്കെതിരെ ശബ്ദിച്ചവരെല്ലാം തുറങ്കിലടക്കപ്പെട്ടു. മാധ്യമങ്ങളുടെ വാമൂടി. ജനാധിപത്യ പുനഃസ്ഥാപന പോരാട്ടങ്ങൾക്കൊടുവിൽ 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ പിൻവലിച്ചു. തുടർന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിര അധികാരഭ്രഷ്ടയാക്കപ്പെടുകയും രാജ്യത്ത് ആദ്യമായി കോൺഗ്രസ് ഇതര സർക്കാർ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അടിയന്തരാവസ്ഥയുടെ ഒരു സംക്ഷിപ്ത ചരിത്രമാണ് ഇത്. ഭാരതത്തിൻ്റെ ഉരുക്കു വനിത, രാജ്യത്തെ ഏക വനിതാ പ്രധാനമന്ത്രി, ഭാരതം എന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കറുത്ത അധ്യായം എഴുതി ചേർത്തതും ഇതേ നാമധേയത്തിലാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ ഭരണഘടന കയ്യിലേന്തി പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിൽ എത്തിയവരല്ലേ രാജ്യചരിത്രത്തിൽ ഭരണഘടനയെ ഏറ്റവും അധികം നിന്ദിച്ചതും ജനാധിപത്യ മൂല്യങ്ങൾ തച്ചുടച്ചതും. അടിയന്തരാവസ്ഥയുടെ 50ാം ആണ്ടിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭരണഘടനാ സ്നേഹം കപടമാണെന്നല്ലേ ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ടത്, പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ? അനിൽ നമ്പ്യാർ, ഈ ജനാധിപത്യത്തിൻ്റെ അർത്ഥം ഓരോരുത്തർക്ക് ഓരോന്നാണ്. അതാണ് ഇതിൻ്റെ തമാശ. ഇന്ദിരാഗാന്ധിയുടെ അലഹാബാദ് ഹൈക്കോടതി വിധി വന്നപ്പോൾ അത് സ്റ്റേ ചെയ്ത ആളിനെ ജനാധിപത്യത്തിൻ്റെ കാവൽ ഭടൻ എന്നും നടക്കുന്ന ജനാധിപത്യം, വാക്കിംഗ് ഡെമോക്രസി എന്നും നമ്മൾ കൊണ്ടാടി ഒരു 90 വയസ്സ് വരെ. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. ഒരിക്കൽ പോലും ആ വിധിയുടെ പേരിൽ ആരും അദ്ദേഹത്തെ വിമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ പ്രകാശഗോപുരമായിരുന്നു എന്ന് എല്ലാവരും ഇന്നും വിശ്വസിക്കുന്നു. അന്ന് സുപ്രീം കോടതിയിൽ സിംഗിൾ ബെഞ്ചുണ്ട്. ഇന്നിപ്പോൾ സുപ്രീം കോടതി സിംഗിൾ ബെഞ്ചില്ല, എല്ലാം ഡിവിഷൻ ബെഞ്ചാണ്. VR കൃഷ്ണയ്യരുടെ സിംഗിൾ ബെഞ്ചിലാണ് ഈ അപ്പീൽ പോകുന്നത്. VR കൃഷ്ണയ്യർ അലഹാബാദ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു. ഇന്ദിരാഗാന്ധിയെ തുടരാൻ അനുവദിച്ചു. ഒരു കണ്ടീഷൻ മാത്രം, എന്തോ മഹാകാര്യം പോലെ, ഇന്ദിര ലോക്സഭയിൽ വോട്ട് ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അതുമാത്രമല്ല,
അന്ന് ഫോട്ടോ കോപ്പി എന്നുള്ള ഏർപ്പാടില്ല. സൈക്ലോ സ്റ്റൈലിംഗ് ആണ്, ഒരു മെഷീനിൽ വെച്ച് കറക്കുന്ന. ഈ പാനലിലിരിക്കുന്ന പലരും അത് കണ്ടു കാണും. സൈക്ലോ സ്റ്റൈൽ, ഈ വിധി സൈക്ലോ സ്റ്റൈൽ ചെയ്ത് 100ഓളം കോപ്പികൾ പല പത്രം ഓഫീസുകളിൽ വി ആർ കൃഷ്ണയ്യർ എത്തിക്കാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ഇതപര്യന്തം അതിനുശേഷമോ അതിനു മുമ്പോ ഒരു സുപ്രീം കോടതി ജഡ്ജി തൻ്റെ വിധിയുടെ കോപ്പി എടുത്ത് പത്രങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉള്ള ഏർപ്പാടൊന്നും ചെയ്തിട്ടില്ല. രജിസ്ട്രിയിൽ നിന്ന് കോപ്പി എടുക്കുക, പത്രങ്ങൾ അവരവരുടെ പ്രസിദ്ധീകരണം നടത്തുക, ഇതൊക്കെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത ആൾ നമുക്ക് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിലെ വലിയ വിഗ്രഹമായിട്ട് ജീവിതാവസാനം വരെയും അത് കഴിഞ്ഞും ഒക്കെ തുടരുന്നു. അപ്പോൾ ജനാധിപത്യത്തിന് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം അങ്ങനെയായിരുന്നു. ജനാധിപത്യം വേറെ കുറച്ച് പേർക്ക് ബഹളം വയ്ക്കാനോ കച്ചറ ഉണ്ടാക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ്. മറ്റു ചിലർക്ക് അച്ചടക്കത്തോടെ രാജ്യസ്നേഹത്തോടെ പ്രവർത്തിക്കാനുള്ള അനുവാദമാണ്. വേറെ ചിലർക്ക് നരേന്ദ്രമോദി ഭരിക്കാതിരിക്കുക എന്നുള്ള അവസ്ഥയാണ് ജനാധിപത്യം. വേറെ ആര് ഭരിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല, നാട് മുഴുവൻ തീ പിടിച്ചാലും കുഴപ്പമില്ല, നരേന്ദ്രമോദി താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനാധിപത്യം വന്നു. ഇങ്ങനെയും അർത്ഥം കൊടുക്കുന്നവരുണ്ട്. ഇതിൽ നിന്ന് ഏതർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മളൊക്കെ പൊതുവായി മനസ്സിലാക്കുന്ന ഒരു ജനാധിപത്യമുണ്ട്. അതിന് വിരുദ്ധമായിരുന്നു അടിയന്തരാവസ്ഥ. എന്നാൽ ആ പ്രൊവിഷൻ ഭരണഘടനയിലില്ലേ? ഉണ്ട്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 വെച്ചിട്ടാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അത് ഭരണഘടനാ ലംഘനം എന്ന് പറയാൻ പറ്റില്ല. സാങ്കേതികമായിട്ട് ഭരണഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള വകുപ്പാണ് ഉപയോഗിച്ചത്. ആ വകുപ്പ് അതിനുശേഷം വന്ന ജനതാ സർക്കാർ എടുത്തു കളഞ്ഞില്ല ഭരണഘടനയിൽ നിന്ന്. അതിനുശേഷം എത്രയോ സർക്കാരുകൾ വന്നു. വലിയ ഭൂരിപക്ഷത്തോടെ രാജീവ് ഗാന്ധി വന്നു. ആരും ആ വകുപ്പ് എടുത്ത് കളഞ്ഞിട്ടില്ല. ഇപ്പം നരേന്ദ്രമോദി എടുത്ത് കളഞ്ഞിട്ടില്ല. കാരണം രാജ്യത്തെല്ലാവർക്കും ഒരു കാര്യം അറിയാം, ഇങ്ങനൊരു എമർജൻസി പ്രൊവിഷൻ്റെ ആവശ്യമുണ്ട്. അത് യുദ്ധകാലത്താണ്. യുദ്ധകാലത്ത് ഒരു ആഭ്യന്തര കുഴപ്പവും കൂടെ പൊട്ടിപ്പുറപ്പെട്ടാൽ ആ ഗവൺമെൻറ്റിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, രാഷ്ട്രത്തിന് തന്നെ ദോഷമാകും. അതുകൊണ്ട് ഓവർ റൈഡിങ് പവേഴ്സ് കേന്ദ്രത്തിന് ആ സമയത്ത് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ വകുപ്പ് കളയാതെ വെച്ചത്. ഇപ്പം ഇങ്ങനെ ചില അപകടം പിടിച്ച വകുപ്പുകൾ, ഇപ്പോൾ ആർട്ടിക്കിൾ 356 സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്ന വകുപ്പ്, ഒരുപാട് പേര് ആ വകുപ്പിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ വകുപ്പ് ആരും തന്നെ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയാൻ മുതിർന്നിട്ടില്ല. ഭൂരിപക്ഷം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഭൂരിപക്ഷം സംഘടിപ്പിക്കാം എന്നുള്ളപ്പോൾ പോലും ആരും ആ വകുപ്പ് എടുത്ത് കളഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. ഈ വകുപ്പ് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധിയുടെ മേലുള്ള ആരോപണം. അവരിത് ചെയ്യാൻ കാരണം ഗുജറാത്തിലെ വിദ്യാർത്ഥികളുടെ സമരം അനിയന്ത്രിതമായി. ബീഹാറിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ അഴിമതിക്കെതിരെ നടന്ന സമരം, പലരും വിചാരിക്കും അണ്ണാ ഹസാരയുടെ അഴിമതിക്കെതിരെ നടത്തിയ ഡൽഹിയിലെ സമരമാണ് ഏറ്റവും വലുതെന്ന്. പബ്ലിക് മെമ്മറി ഈസ് വെരി ഷോർട്ട്. അതിൻ്റെയൊക്കെ ഒരു 50 ഇരട്ടി വലിയ സമരമാണ് ജയപ്രകാശ് നാരായണൻ അന്ന് ബീഹാറിൽ നടത്തിയത്. ഇത് രണ്ടും കൂടെ ആയപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് ശ്വാസം മുട്ടലുണ്ടായത്. അതിൻ്റെ കൂടെ ഈ വിധിയും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ നിന്ന് തിരിയാൻ പറ്റാത്ത വിധം ഇന്ദിര നിസ്സഹായയായിപ്പോയി. അപ്പോഴും ഇന്ദിരയ്ക്ക് ഭൂരിപക്ഷമൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാമായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഷഹീൻ ബാഗിൽ ഒരു വർഷത്തോളം റോഡ് ബ്ലോക്ക് ചെയ്ത് ആൾക്കാരുടെ സമരം നടന്നു. കർഷക സമരം ഏകദേശം 1.25 വർഷം റോഡ് ബ്ലോക്ക് ചെയ്ത് നടന്നു. എന്നിട്ടും നരേന്ദ്രമോദി അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിച്ചില്ല. ആ കാർഷിക ബില്ലുകൾ പിൻവലിക്കേണ്ടി വന്നു. അപ്പോഴും അടിയന്തരാവസ്ഥയിലേക്ക് പോയില്ല. ഷഹീൻ ബാഗിൻ്റെ സമരം ഡൽഹി കലാപം എന്ന വലിയ പ്രശ്നത്തിൽ പോയി കലാശിച്ചു. എന്നിട്ടും അടിയന്തരാവസ്ഥ ഉണ്ടായില്ല. അപ്പോൾ അടിയന്തരാവസ്ഥ ഇല്ലാതെയും ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന് കാണിച്ചു തന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. പക്ഷേ നിർഭാഗ്യവശാൽ കുറേ പേർക്ക് തോന്നുന്നു ഈ മനുഷ്യനാണ് ജനാധിപത്യത്തിൻ്റെ മുഴുവൻ കുഴപ്പത്തിനും കാരണം. ഇദ്ദേഹത്തെ താഴെ ഇറക്ക് വേറെ ആരെങ്കിലും, ഇനി BJP തന്നെയാണെങ്കിൽ വേറെ ആരെങ്കിലും വന്നാൽ കുഴപ്പമില്ല, ഈ മനുഷ്യൻ ഇങ്ങനെ ഭരണഘടനയ്ക്ക് ഭീഷണിയാണ് എന്നുള്ള കൊച്ചു പിള്ളേരുടെ ഒരു പിടിവാശിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥയെ പറ്റി ഓർമ്മിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഈ പാനലിസ്റ്റുകളിൽ വലിയ സന്തോഷം തോന്നിയത് ബോൾഡായിട്ട് CPIയുടെ പ്രതിനിധി വന്നു, അതും രാജാജി മാത്യു തോമസ് വന്നു. വളരെ നല്ല കാര്യമാണ്. കാരണം
അന്ന് കോൺഗ്രസ്സിനോട് ഒട്ടി നിന്ന് CPI വലിയ പാതകത്തിന് കൂട്ടുനിന്നു, പ്രത്യേകിച്ചും കേരളത്തിൽ അച്യുതമേനോൻ. അതിനുശേഷം അവരുടെ ഭട്ടിണ്ട കോൺഗ്രസ്സിൽ വലിയ ആഭ്യന്തര കലഹം തന്നെ ഉണ്ടായി. 3 ചേരിയായിട്ട് തിരിഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് തെറ്റായിപ്പോയി എന്നൊരു വിഭാഗം, അത് മാത്രമേ തെറ്റുള്ളൂ, ബാക്കി കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നതിൽ തെറ്റില്ല എന്നൊരു വിഭാഗം, മൊത്തം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. 3ാമത്തെ വിഭാഗം രാജേശ്വർ റാവു വിഭാഗം, SA ഡാംഗെ വിഭാഗം, നമ്മളുടെ ഗീതാ മുഖർജിയുടെ ഭർത്താവ് വിശ്വജിത് മുഖർജി, അദ്ദേഹത്തിൻ്റെ നേരിലുള്ള പരിഷ്കരണ പ്രസ്ഥാനം, ഇങ്ങനെ CPI ആടിയൊലഞ്ഞു ഒരു കണക്കിന്. പിന്നീടാണ് അവർ വീണ്ടും CPM-ആയിട്ട് അടുക്കുന്നത്. CPM-ൻ്റെ കഥയും വ്യത്യസ്തമായിരുന്നില്ല. കാരണം CPM-ന് ഒന്നുകിൽ കോൺഗ്രസ്സിനോട് ചേരാം, അല്ലെങ്കിൽ ജനതാ പാർട്ടിയുമായിട്ട് ചേരാം. ഇത് രണ്ടിലും CPM-ന് ഇഷ്ടപ്പെടാത്ത എലമെൻസ് ഉണ്ട് താനും. അതുകൊണ്ട് സെലക്റ്റീവായിട്ട് പലരെ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ CPM തീരുമാനിച്ചു. എങ്ങും എത്താത്തൊരു തീരുമാനമായിരുന്നു. അപ്പോൾ അതിൻ്റെ അന്തരീക്ഷത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് അടിയന്തരാവസ്ഥയെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലൊരു സർക്കാരിനെ വരെ നയിച്ച CPIയുടെ പ്രതിനിധി ബോൾഡായിട്ട് ഈ ചർച്ചയിൽ വന്നതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഞാൻ അതിശയത്തോടെയാണ് അദ്ദേഹത്തെ പാനലിൽ കണ്ടത്. ഏതായാലും വളരെ വളരെ നന്നായി. അതാണ് എൻ്റെ ഒരു ഓപ്പണിംഗ് റിമാർക്ക്. യെസ്, ശ്രീ രാജാജി മാത്യു തോമസ്, അടിയന്തരാവസ്ഥയുടെ പാപഭാരം പേറുന്നൊരു പാർട്ടി, കുറ്റബോധമുണ്ടോ? അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രചരണം അല്ലെങ്കിൽ വിരുദ്ധ ദിനം ഒക്കെ CPI പിന്നീട് ആചരിച്ചിരുന്നു. രാജൻ മുതൽ വിജയൻ വരെ പോലീസ് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട അവരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് അത്തരം പരിപാടികളൊക്കെ CPI പിന്നീട് സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ എങ്കിലും നേരത്തെ TG ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോഴും ആ പാപഭാരം പേറുന്ന ഒരു പാർട്ടിയായി CPI അവശേഷിക്കുന്നു. CPM-ൻ്റെ അന്നത്തെ ഇടപെടലിലും ഒരുപാട് സംശയങ്ങൾ, മാത്രമല്ല അത് സുതാര്യമായിരുന്നില്ല എന്ന ആക്ഷേപമൊക്കെ പിന്നീട് ഉയർന്നു വന്നിരുന്നു. എങ്കിലും ആ കറുത്ത അധ്യായത്തിന് കൂട്ടുനിന്നതിൽ കുറ്റബോധമില്ലേ പാർട്ടിക്ക്? ഇതിനിപ്പോൾ കുറ്റബോധം തോന്നുന്ന കാര്യമൊന്നുമില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഭട്ടിണ്ട കോൺഗ്രസ്സിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭട്ടിണ്ട കോൺഗ്രസ്സിൽ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് തെറ്റായിരുന്നു എന്ന് പരസ്യമായി അംഗീകരിക്കുകയും അത് ജനങ്ങളോട് പറയാൻ ഉള്ള തൻ്റെ ഇടം കാണിക്കുകയും ചെയ്ത പാർട്ടിയാണ്. ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. പാർട്ടിയുടെ കഴിഞ്ഞ ഈ 50 വർഷക്കാലത്തെ ചരിത്രത്തിലൊരിക്കലും അത് അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് ശരിയായിരുന്നുവെന്ന് വീണ്ടും ഒരിക്കലും പറയാൻ ഞങ്ങൾ നിർബന്ധിതരുമായിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് ശരിയായ നടപടിയായിരുന്നില്ല എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത്. അത് എവിടെയും പരസ്യമായി പറയാൻ, ജനങ്ങളോട് തുറന്ന് സമ്മതിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ഒരു കുറ്റബോധത്തിൻ്റെ പ്രശ്നമില്ല. നിങ്ങൾ ശരിയായിട്ടുള്ള ഏത് പാർട്ടിക്കും സംഭവിക്കാവുന്നതാണ്. മനുഷ്യരുടേതാണ് പാർട്ടി. മനുഷ്യർക്ക് അവരുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ തെറ്റുപറ്റാൻ കഴിയും. മനുഷ്യരുടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അതിൽ വീഴ്ച വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ തിരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ കുറ്റഭാരം പേറിയിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ആ തിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്ന് മാത്രമല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടിയന്തരാവസ്ഥയോടുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ പാർട്ടികളുടെയും സമീപനം ഏതാണ്ട് വ്യക്തമാണ്. ആരും അടിയന്തരാവസ്ഥ പോലെ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് പോലും അങ്ങനെ ആഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഈ ചർച്ച, ഇപ്പം നടത്തുന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ട വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥയ്ക്ക് മറപിടിക്കാനുള്ള സംവിധാനമായിട്ടാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഈ ചർച്ച നടത്തുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്നും ഈ BJP അവലംബിക്കുന്ന, BJP ഇപ്പോൾ നടത്തുന്ന ഈ ശ്രമം
അടിയന്തരാവസ്ഥയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് മറപിടിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. ശ്രീ പാണ്ഡ്യാല ഷാജി, അങ്ങനെ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ രാജ്യത്ത് നിലവിൽ ഉണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുറ്റബോധത്തിൽ നിന്ന്, പാപഭാരത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടല്ലേ കാണേണ്ടത് ഇത്തരം ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക? മാത്രമല്ല, പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക, ഇതൊക്കെ കാപട്യമല്ലേ? ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചർച്ച ഓപ്പൺ ചെയ്തുകൊണ്ട് ശ്രീ ടി ജി മോഹൻദാസ് അദ്ദേഹം വളരെ ഗംഭീരമായി അതിൻ്റെ ഓപ്പണിംഗ് നടത്തി. ജനാധിപത്യം എന്ന സംവിധാനത്തിനകത്ത് തന്നെ ഫാഷിസത്തിൻ്റെതായ സിംറ്റംസ് ഉണ്ട് എന്നതാണ് ലോകം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിരിക്കുന്നൊരു പാഠം. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. അപ്പം അത്തരമൊരു പാഠത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രിയപ്പെട്ട രാജാജി മാത്യൂസ് വളരെ സമർത്ഥമായി അതിനെ ഒരു മറ്റൊരു ദിശയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ആ തിരിച്ചതിനെക്കുറിച്ച് പറയാം. വളരെ സമർത്ഥമായി അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കാര്യം, അടിയന്തരാവസ്ഥയ്ക്ക് CPI പിന്തുണ പ്രഖ്യാപിക്കാനിടയായ രാഷ്ട്രീയ കാരണം എന്ത് എന്ന അടിസ്ഥാനപരമായ ദിശയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാനെന്നാണ് എൻ്റെ ആദ്യത്തെ വാദം. എന്തുകൊണ്ട് 1969 കോൺഗ്രസിനകത്ത് വന്നിരിക്കുന്ന പിളർപ്പ്, സിൻഡിക്കേറ്റ് കോൺഗ്രസിൻ്റെ പ്രശ്നം, ഇന്ദിരാഗാന്ധി സോവിയറ്റ് പക്ഷത്തിൻ്റെ ഒരാളായി വരുന്നു, മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള സംഘടനാ കോൺഗ്രസിൻ്റെ അവരെല്ലാം തന്നെ അമേരിക്കയുടെ പക്ഷത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന വിഷയം ലോക അവസ്ഥയിൽ, ലോകരാഷ്ട്രീയ അവസ്ഥയിൽ അമേരിക്കൻ സാമ്രാജ്യത്വവും സോവിയറ്റ് സോഷ്യൽ ഇമ്പീരിയലിസവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുന്ന കാലം. ഈ കാലത്താണ് ശ്രീമതി ഗാന്ധി ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിട്ടുള്ള ഒട്ടനവധി നയങ്ങളുടെ അടിസ്ഥാനപരമായ വൈകല്യങ്ങൾ കാരണം നേരിട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്. ആ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ നടുക്കയത്തിലാണ് സത്യത്തിൽ അലഹബാദ് ഹൈക്കോടതി വിധി ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറിയത്. അപ്പോൾ ആ വിധി വന്നതോടെ എന്താവുകയാണെന്ന് പറഞ്ഞാൽ ശ്രീമതി ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർന്നു പോവുക സാധ്യമല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു ഒരു ഘട്ടത്തിൽ. മറുഭാഗത്ത് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന വമ്പിച്ച തോതിലുണ്ടായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ, ഗുജറാത്തിൽ വന്നിട്ടുള്ള നവനിർമ്മാൺ സമിതിയുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന അതിനേക്കാൾ ഗംഭീരമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ, ബീഹാറിൽ നടക്കുന്ന വിദ്യാർത്ഥി കലാപങ്ങൾ, ജോർജ് ഫെർണാണ്ടസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച റെയിൽവേ സമരങ്ങൾ. അപ്പോൾ ഇത്തരം സമരങ്ങൾ അതിനിർണായകമായിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്, ഒരു പുതിയ ദിശയിലേക്ക് രാജ്യത്തെ നയിക്കുമെന്നുള്ള ഒരു ഉത്കണ്ഠയിൽ നിന്നാണ്, അതായത് സ്വന്തം അധികാരം നഷ്ടമാകുമെന്ന് തോന്നിയപ്പോൾ ശ്രീമതി ഗാന്ധിയുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്ന ഏക വഴി അത് അവർ മാത്രം തീരുമാനിച്ചതാണ്. ഇവിടെയാണ് ശ്രീമതി ഗാന്ധി കോൺഗ്രസ് പാർട്ടിക്കകത്ത് വളർന്നു വരുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഘടനയെ, സ്വാഭാവികമായിരിക്കുന്ന ഘടനയെ പൊളിക്കുകയും അതിനകത്ത് ഒരു ഫാസിസ്റ്റ് ലീഡറായി വളർന്നു വരാനുള്ള, ഫാസിസ്റ്റ് സ്വഭാവമുള്ള ലീഡറായി, എണ്ണം പറഞ്ഞ ഫാസിസ്റ്റ് ലീഡറായി വളർന്നു വരാനുള്ള എല്ലാ സാധ്യതയും ഉൾച്ചേർത്തുകൊണ്ടാണ് ശ്രീമതി ഗാന്ധി ഈ കോൺഗ്രസിനകത്തൊരു വലിയ ഒരാളായി മാറിയത്. ഈ മാറിയിരിക്കുന്ന അധികാരം കൈയൊഴിയേണ്ടി വരുമെന്ന് പൂർണ്ണ ബോധ്യം വന്നപ്പോൾ അതിൽ നിന്നുള്ള വിഭ്രാന്തിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരിക്കുന്ന സിദ്ധാർത്ഥ ശങ്കറായിയെ മാത്രം വിളിച്ച് സഞ്ജയ് ഗാന്ധിയുമായി ആലോചിച്ച് ഈ വിഷയം ചർച്ച ചെയ്യുകയും അങ്ങനെ അർദ്ധരാത്രിയിൽ ഈ വിഷയം ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുകയും ചെയ്ത ഒരു വളരെ വിചിത്രമായ ഒരു ജനാധിപത്യ വിരുദ്ധ സംഭവം ഉണ്ടാക്കുന്നത്. അത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിക്റ്റേറ്റർഷിപ്പാണ് വാസ്തവത്തിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതെന്നുള്ളതാണ്. ഇതിന് CPI പിന്തുണ കൊടുക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സിൻഡിക്കേറ്റ് വിഷയത്തിനകത്ത് ശ്രീമതി ഗാന്ധി ഇന്ത്യയിൽ സോഷ്യലിസത്തിൻ്റെ വക്താവായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു വിശകലനം സോവിയറ്റ് യൂണിയൻ നടത്തുകയാണ്. ഇവിടെയാണ് വാസ്തവത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്നത്. അങ്ങനെ വിമർശിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയം, സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരിക്കുന്ന ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഏകാധിപതിയായി തുടരുമ്പോൾ പോലും സോഷ്യലിസം എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവാം, ലോകത്തിന് ഒരു സോഷ്യലിസ്റ്റ് ഭരണാധികാരിയായി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു പ്രചരണം നിർഭാഗ്യവശാൽ, അല്ലെങ്കിൽ സോവിയറ്റ് വിധേയത്വത്തിൻ്റെ ഭാഗമായി CPIയും അത് വളരെ ഭംഗിയായി ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം.
ഈ അടിസ്ഥാനപരമായിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം വന്നപ്പോൾ പിന്നെ CPIക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഒരിക്കലും കഴിയില്ല. കാരണം അത്രമാത്രം ഗുരുതരമായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ഇന്ത്യയിൽ രൂപം കൊണ്ടു. ഇപ്പം നിങ്ങൾ പിന്നെ പലരും ഇപ്പം നമ്മുടെ മലബാർ മേഖലയിൽ അനിൽ നമ്പ്യാർ കൃത്യമായിട്ട് ഓർമ്മയിടാൻ സംഭവമല്ലോ, ഈ പിന്നെ നമ്മുടെ പഴശ്ശി കനാൽ വന്നു. പഴശ്ശി കനാൽ, ഈ പഴശ്ശി കനാൽ വന്നു വെച്ചാൽ വെള്ളം പിന്നെ കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് 1975 അടിയന്തരാവസ്ഥ കാലത്താണ് ഈ സാധനം വരുന്നത്. സത്യത്തിൽ അതിഗുരുതരമായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ നാട്ടുപുറത്തുണ്ടാക്കുന്ന തൊഴിലില്ലായ്മയെ പരിഹരിക്കാനുള്ള ഒരു പ്രായോഗിക വിദ്യയുടെ ഭാഗമായി വന്നിട്ടാണ് ഈ കനാൽ സംവിധാനം കൊണ്ടുവന്നത് എന്ന് പിന്നീട് സാമാന്യമായി എക്കണോമിക്സ് അറിയുന്ന ആൾക്ക് മുഴുവൻ മനസ്സിലായി. അവിടെ CPI സഖാവ് പിന്നെ പ്രിയപ്പെട്ട പിന്നെ രാജാജി മാത്യൂസ് അതിനെ ഇങ്ങനെ ലളിതവൽക്കരിക്കുമ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ദേശീയ രാഷ്ട്രീയത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായി ഏറ്റവും ധീരമായി ചെറുത്തുനിൽപ്പ് നടത്തിയവർ ആര് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ നിന്ന് വേണം എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് സാധ്യമായില്ല എന്ന വിഷയം അവിടെയാണ് വരുന്നത്. ഞാൻ തിരിച്ച് രാജാജി മാത്യൂസിനോട് പറയുകയാണ്, 1948 പിന്നെ കൽക്കട്ട സീസണിന് ശേഷം ഉണ്ടായിരിക്കുന്ന അതിസങ്കീർണമായിരിക്കുന്ന വിഷയത്തെ അതിഗമനോഹരവും ഗംഭീരവുമായിട്ട് അതിജീവിച്ചവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. പക്ഷേ അടിയന്തരാവസ്ഥ വന്നപ്പോൾ കേരളത്തിനകത്ത് ഒരു ഗൗരവമേറിയിരിക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താൻ ഇന്ത്യയിലെ CPIM സാധ്യമായിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. നിർഭാഗ്യവശാൽ CPIM മറുപക്ഷത്ത് നിന്നിട്ട് അതിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കതിൽ ഭാവഭാരത്തിൻ്റെ പ്രശ്നം അതിനകത്ത് വരുന്നുമില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം വലിയ ചാമ്പ്യന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്ന CPM എവിടെയാണ് സമരം നടത്തിയത്? ഞാൻ പറയാം. ഞാൻ പിന്നെ പെരളശ്ശേരി സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ വരുന്നത്. എൻ്റെ അച്ഛൻ പാണ്ഡ്യാല ഗോപാലൻ വന്ന അടിയന്തരാവസ്ഥയിൽ ജയിലിലായിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്നിരിക്കുന്ന എത്ര പാർട്ടി നേതാക്കളെയാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്? ഇല്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അതിന് കാരണം പറയാം, അത് പിന്നീട് പറയാം. അത് വേറെ കാരണം അത് അവിടെ മാറ്റി നിർത്ത്. AKG അറസ്റ്റ് ചെയ്തു, EMS അറസ്റ്റ് ചെയ്തു, എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ഒരു നിമിഷം കൊണ്ട് വിട്ടയക്കുകയും ചെയ്തു. അപ്പോൾ മർദ്ദനം കൊണ്ടും മറ്റു രീതിയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധം കൊണ്ടും ജനഗംഭീരമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചത് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് സംഘപരിവാര രാഷ്ട്രീയത്തിന് വളരെ കൃത്യമായി ഇന്ത്യയിൽ ഒരു വലിയ ഓപ്പണിംഗ് നടത്താനുള്ള സ്പേസ് കൃത്യമായി നിർമ്മിച്ചത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയാണ് എന്നാണ് ഞാൻ വിലയിരുത്തുക. കാരണം അത്രയും ധീരമായി ചെറുക്കാൻ അവർക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ സാധ്യതയെ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ ശ്രീമതി ഗാന്ധി തുറന്നു കൊടുത്തു എന്നതാണ് സത്യത്തിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം, അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയവുമാണ്. എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സാധ്യമായില്ല? ഈ സമരഭൂമിയിലേക്ക് വന്നപ്പോൾ ജൻലോക് സംഘർഷ സമിതി എന്ന സമിതി ഉണ്ടായല്ലോ. ആ സമിതിക്കകത്ത് CPI ഇല്ല. CPM ഉണ്ടോ? CPM ഇല്ല. CPI ഇല്ല, CPM ഇല്ല. അതിനകത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആളാരാണ്? ഒന്ന് ജനസംഘമാണ്, മറ്റൊന്ന് RSS ആണ്, മറ്റൊന്ന് ഭാരതീയ ലോക്ദളാണ്. ഇങ്ങനെ പിന്നെ സംഘടനാ കോൺഗ്രസ്, ഇങ്ങനെയെല്ലാം വരുന്നവർ മാത്രമാണ് പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി. ഇവരെല്ലാമാണ് സത്യത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരായി വന്നത്. കേരളത്തിലെമ്പാടും തന്നെ വാങ്ങിയിരിക്കുന്ന അടി വാങ്ങിയവരാരാ? CPM-ൻ്റെതായിരിക്കുന്ന ആളുകൾ അടി വാങ്ങിയാരാന്നറിയോ? സത്യത്തിൽ അടി വാങ്ങി എൻ്റെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ വാങ്ങി. അവരാരാണെന്ന് പറഞ്ഞാൽ പ്രശ്നക്കാരായവരാര് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നവരെ പോലീസ് തിരിച്ചു പിടിച്ചടിക്കുകയാണ് ചെയ്ത്. അതിൽ ഭീകരമായ മർദ്ദനമേറ്റവർ, ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയേക്കാൾ മാരകമായ അടിയേറ്റവർ എൻ്റെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു സമരത്തിന്റെ ദിശ തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നിരിക്കുന്ന മൗലികമായിരിക്കുന്ന പിശകിന്റെ ഭാഗമായിരുന്നു സത്യത്തിൽ അന്ന് സംഭവിച്ചിരിക്കുന്ന അടിയന്തരാവസ്ഥയെ പിന്തുണച്ചതിലൂടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നാം കാണുന്ന ജനാധിപത്യ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന വാദം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധീകരിച്ച് രാജാജി മാത്യൂസ് ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥക്കെതിരായി ധീരമായ ചെറുത്തുനിൽപ്പുകളും സമരങ്ങളും നടത്തുന്നതിൽ ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനം നക്സലൈറ്റുകാർ ഗംഭീരമായി നടത്തിയിട്ടുണ്ട്, ജനഗംഭീരമായി നടത്തി. പക്ഷേ പരിമിതമായിരുന്നു അവർ. പക്ഷേ ഇന്ത്യയിലെ സംഘടിത 1964 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിളർത്തിയതിന്റെ അനിവാര്യമായിരിക്കുന്ന ദുരന്തവും കൂടിയാണ് സത്യത്തിൽ ഇപ്പോൾ നാം നേരിടുന്ന പ്രതിസന്ധി. ഇതാണ് എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് പറയാനുള്ളത്. ഇതിനുശേഷം മറ്റു മേഖലയിലേക്ക് കടക്കുമ്പോൾ എനിക്ക് പറയാനുള്ള വാദങ്ങൾ ഞാൻ ഉന്നയിക്കും. മിസ്റ്റർ നമ്പ്യാർ. ശ്രീ രാജാജി, ശ്രീ പാണ്ഡ്യാല ഷാജി ചൂണ്ടിക്കാണിച്ചതുപോലെ അടിയന്തരാവസ്ഥയെ ചെറുക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചില്ല? നമ്മൾ ചർച്ച തുടങ്ങേണ്ടതും അവിടെ നിന്ന് തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ സാധിച്ചില്ല? മാത്രമല്ല, ഇപ്പോൾ CPIയുടെ കാര്യം താങ്കൾ പറഞ്ഞു, CPIക്ക് പിന്നീട് തിരുത്തേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴും CPM-ൻ്റെ പല നേതാക്കളും, പിണറായി വിജയൻ അടക്കമുള്ളവർ ഇപ്പോഴും അടിയന്തരാവസ്ഥ കാലത്തേറ്റ പോലീസിൻ്റെ ക്രൂര
മർദ്ദനങ്ങൾ അയവിറക്കാറുണ്ട്, അത് ഉയർത്തിക്കാട്ടാറുണ്ട്. പക്ഷേ ശക്തമായ ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കാൻ പോലും CPM സാധിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? എന്തുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടു അക്കാര്യത്തിൽ? അല്ല, ഇതിപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു പോസ്റ്റ്മോർട്ടം ചർച്ചയ്ക്കല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായിട്ടുള്ള ജനാധിപത്യ ധ്വംസനങ്ങളും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബഹുജന സംഘടനകളും അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ, ഈ കേരളത്തിലടക്കം അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ അന്നത്തെ അടിയന്തരാവസ്ഥയിലെ ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരായിട്ട് വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത് പറയാനല്ല ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. അടിയന്തരാവസ്ഥയെ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അത് ആവർത്തിക്കാതിരിക്കാൻ അടിയന്തരാവസ്ഥയുടെ അനുഭവ പാഠം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ജനാധിപത്യ ധ്വംസനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന് ഞാൻ വിളിക്കുക അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചരിത്രത്തെക്കുറിച്ച് ഒരു വിശകലനത്തിനേക്കാൾ അപ്പുറത്ത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന ജനാധിപത്യ ധ്വംസനം നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കാൻ എത്രത്തോളം കരുതലോടുകൂടി നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ശ്രമിക്കണമെന്നുള്ള ചർച്ചയാണ് പ്രാധാന്യമർഹിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. TG മോഹൻദാസ്, അങ്ങനെ നമുക്ക് ചരിത്രം മറക്കാം, വിസ്മരിക്കാം, അത് ഓർക്കാൻ CPI ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ രാജ്യത്ത് അപ്രഖ്യാപിത ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിനെക്കുറിച്ച് ഇന്നത്തെ സംഭവങ്ങളെ നമ്മൾ വിലയിരുത്തണം. അതെ, വർത്തമാനകാല വിഷയങ്ങൾ മാത്രം നമുക്ക് ചർച്ചയ്ക്കെടുക്കാം എന്നാണ് പറയുന്നത്. അതൊരു ഒളിച്ചോടലാണ്. ശ്രീ രാജാജി മാത്യു അതാണോ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. ശ്രീ TG മോഹൻദാസ്, ഞാൻ വർത്തമാനകാല ചർച്ചകൾ പറഞ്ഞോളൂ സാർ. TG രാജാജി, താങ്കൾക്ക് പറയാനുള്ളത് പറയാം പ്ലീസ്. അതിനുശേഷം ഞാൻ TGയിലേക്ക് പോവാം. അല്ല, ഞാൻ പറഞ്ഞത് ഇതാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിസ്മരിക്കണമെന്നല്ല പറഞ്ഞത്. അടിയന്തരാവസ്ഥയുടെ ചരിത്രത്തിൻ്റെ അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കുന്നതിനായിരിക്കണം ഈ ചർച്ചയുടെ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളുടെ ലക്ഷ്യം എന്നാണ് ഞാൻ നിർദ്ദേശിച്ചത്. TG, ചരിത്രത്തെ വിശകലനം ചെയ്യൽ മാത്രമല്ല, അത് ആവർത്തിക്കാനുള്ള സാധ്യതകളെ പ്രതിരോധിക്കണം. ഇത് ആവർത്തിക്കാനുള്ള സാധ്യതകളെ പ്രതിരോധിക്കാൻ CPI ഇപ്പോഴും തയ്യാറൊന്നുമല്ല. ഞാൻ പറയട്ടെ, CPI തെറ്റ് തിരുത്തി എന്ന് പറയുന്നു. ഒരു തെറ്റും തിരുത്തിയിട്ടില്ല. CPIയുടെ ഭട്ടിൻഡ കോൺഗ്രസ്സിലെ പ്രമേയത്തിൽ ഒരു ലൈൻ ചേർക്കാൻ അന്ന് കേരളത്തിലെ CPIക്കാർ പോലും തയ്യാറായിരുന്നില്ല. ഈ പറഞ്ഞ അച്യുതമേനൊക്കെ ഡാങ്കേ ലൈനായിരുന്നു. നമുക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല, ഇതിങ്ങനെ തന്നെ പോയാൽ മതി, ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു എന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും നേടിയെന്ന് വിചാരിക്കേണ്ട, ഇതായിരുന്നു ഡാങ്കേ ലൈൻ. അതിനോട് യോജിച്ച പ്രധാന ആൾക്കാർ കേരളത്തിൽ നിന്നുള്ള CPIക്കാരായിരുന്നു, അച്യുതമേനോടക്കം. കാരണം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ CPI. അപ്പോൾ അന്നും കോൺഗ്രസിൻ്റെ കൂടെയാണ് CPI. ഇതിനെ എതിർത്തത് ബംഗാളിൽ നിന്നുള്ള CPIക്കാരാണ്. അവസാനം ഒരു കോംപ്രമൈസ് ഫോർമുല എന്നുള്ള നിലയ്ക്ക് എക്സെപ്റ്റ് ഫോർ ദ മിസ്റ്റേക്ക് ഓഫ് എമർജൻസി എവറിതിങ് എൽസ് വാട്ട് പാർട്ടി ഡിഡ് വാസ് റൈറ്റ്. ഇതാണ് ഈ മിസ്റ്റേക്ക് ഓഫ് എമർജൻസി. ചെറിയൊരു തെറ്റ് പറ്റി, ചെറിയൊരു പാളിച്ച പറ്റി. ഇപ്പോഴും ഈ പാളിച്ച എന്നുള്ള വാക്ക് ഒരു പ്രശ്നവുമില്ലാതെ CPIയും CPM ഉപയോഗിക്കും. ഇവരുടെ പാളിച്ചയിൽപ്പെട്ട് മരണമടഞ്ഞവരുടെ സംഖ്യ എത്രയെന്നറിയാമോ?
അതിഭീകരമായ എണ്ണമാണ്. അവർ 50 കൊല്ലം കഴിയുമ്പോൾ പറയും ഒരു പാളിച്ച പറ്റിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 49 വർഷം കഴിയുമ്പോഴും പാളിച്ച എന്നുള്ള വാക്ക്, തെറ്റ് എന്നുള്ള വാക്ക് വാസ്തവത്തിൽ മഹാപാപം എന്ന് പറയണം. നിങ്ങൾ എത്ര പേരെ ദ്രോഹിച്ചു, എത്ര പേരെ ജയിലിലടച്ചു, എന്തെല്ലാം ചെയ്തു, അത് ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നു. അപ്പോൾ നിങ്ങൾ ഒരു പെർസീവ്ഡ് ത്രെറ്റ് കൊണ്ടുവരുന്നു. നരേന്ദ്രമോദി ആരുടെയെങ്കിലും മൗലികാവകാശ ലംഘനം നടത്തിയോ? ഒരു ഉദാഹരണം പറയാമോ? രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ആളിനെ കാരണം കൂടാതെ പൊക്കിക്കൊണ്ടുപോയി പോലീസ്. അങ്ങനെ ഒരു ഉദാഹരണം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒരു കാരണവുമില്ലാതെ, ഒന്നുമില്ല. എന്നിട്ട് പിന്നീട് കാരണം ഉണ്ടാക്കുക. ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ വെച്ചിട്ട് ഇയാൾ രാജ്യദ്രോഹിയാണ്, അല്ലെങ്കിൽ രാജ്യദ്രോഹി ആയതുകൊണ്ട് മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട്, DIR, മീസ, ഈ വാക്കുകളൊക്കെ രാജാജിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും, എനിക്കറിയാം. ഈ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് അദ്ദേഹം പറയുന്നത്, പോസ്റ്റ്മോർട്ടം അദ്ദേഹത്തിന് വളരെ വേദനാജനകമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഹൊറിബിൾ പാസ്റ്റ് അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കലാണ്. ദർ ഈസ് എ ഹൊറിബിൾ പാസ്റ്റ് ആൻഡ് യു ഹാവ് ടു ഓപ്പൺ ദാറ്റ്. യു ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് യെസ് വി ഡിഡ് സംതിങ് ഹൊറിബിൾ ടു ദിസ് കൺട്രി. എന്നിട്ടും നിങ്ങൾ പിടിച്ചു നിൽക്കാൻ നോക്കി. ഇന്ദിരാഗാന്ധി ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നെങ്കിൽ CPIയുടെ ഗതി വേറൊന്നാകുമായിരുന്നു. അങ്ങനെ വിചാരിച്ചവരുമുണ്ട്. ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ജോർജ് ഫെർണാണ്ടസ് അപ്പോഴും ജയിലിലാണ്. 2 തരം ജയിലുണ്ടായിരുന്നു. 19 മാസത്തെ ജയിൽ, 21 മാസത്തെ ജയിൽ. DIRലുള്ളവർ 19 മാസം കഴിഞ്ഞ് വിടപ്പെട്ടപ്പോൾ മീസ തടവുകാർ 21 മാസം കഴിഞ്ഞാണ് വിടപ്പെട്ടത്. ജോർജ് ഫെർണാണ്ടസ് ജയിലിൽ കിടന്നാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. അന്ന് ജോർജ് ഫെർണാണ്ടസിനെ കാണാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ LK അദ്വാനി പോയി. പിന്നീട് LK അദ്വാനി പറഞ്ഞു, ഞാൻ ജയിലിൽ പോയിട്ട് ഫെർണാണ്ടസിനെ കണ്ടിരുന്നു. കാരണം ഫെർണാണ്ടസ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും ജയിലിലായിരുന്നു, അദ്ദേഹത്തെ വിട്ടിരുന്നില്ല. ഫെർണാണ്ടസ് പറഞ്ഞു, അദ്വാനി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കരുത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ജനത എമർജൻസിയെ വാലിഡേറ്റ് ചെയ്ത പോലെയാകും, റാറ്റിഫൈ ചെയ്ത പോലെയാകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ബഹിഷ്കരിക്കാം, നമുക്ക് വിപ്ലവത്തിൻ്റെ പാതയിലേക്കാണ്. അദ്ദേഹം വലിയ വിപ്ലവകാരിയാണ് ജോർജ് ഫെർണാണ്ടസ്, ഇൻ ദ റിയൽ സെൻസ് വിപ്ലവകാരിയാണ്. അത് മതി എന്ന് പറഞ്ഞു. അദ്വാനി പറഞ്ഞു, ജോർജ് എന്തുകൊണ്ടോ എനിക്കൊരു വിശ്വാസമുണ്ട് ജോർജ്, ഇന്ത്യൻ ജനതയുടെ നന്മയിൽ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോർജിനെ കൺവിൻസ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ജയിച്ചിരുന്നെങ്കിൽ ജോർജ് ഈ പറഞ്ഞ കാര്യം തന്നെ നടക്കുമായിരുന്നു. CPI ഒരുപക്ഷെ ഇന്നും കോൺഗ്രസ് കൂടെ നിൽക്കുമായിരുന്നു. ബട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി സ്ഥാനഭ്രഷ്ടയായി. അപ്പോൾ CPIക്ക് പിന്നെ ഇന്ദിരയെ കൊണ്ട് ആവശ്യമില്ല എന്നവർ തീരുമാനിച്ചു. അതുകൊണ്ട് അവർ മാറി. ഇന്നിപ്പോൾ ആ സാഹചര്യമുണ്ട്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. വാട്ട് എ നോൺസെൻസ്! എന്താണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ? പറയൂ, ഏത് നിയമമാണ്? എന്താണ് നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത്? ഇന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യം മോദിയുടെ തന്തയുടെ വകയല്ല, ശരിയല്ലേ? ഈ രാജാജി മാത്യൂസിൻ്റെ ആൾക്കാരും CPMൻ്റെ ആൾക്കാരും എഴുതി വയ്ക്കുന്ന ബാനറല്ലേ? നിങ്ങൾ ഗവർണർക്കെതിരെ എന്തെല്ലാം ബാനർ എഴുതുന്നു? ആരെങ്കിലും നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. മാത്രമല്ല, നിങ്ങൾക്കെതിരെ ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ ആ പിള്ളേരെ തല്ലിക്കൊല്ലാൻ നിങ്ങളുടെ ആൾക്കാർ തന്നെ മുന്നിട്ടിറങ്ങുന്നു, പോലീസ് ഇറങ്ങുന്നു, ഗൺമാൻ പിന്നാലെ ഇറങ്ങുന്നു. പോലീസ് തല്ലി അവശനാക്കിയിട്ട് ഗൺമാൻ പിന്നാലെ അടിക്കുന്നു. എന്നിട്ട് CPIക്ക് ഒരക്ഷരം മിണ്ടാനില്ല, ഒരക്ഷരം. അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, മർദ്ദനമല്ല. മണ്ണങ്ങടെ അതാ ഞാൻ പറയുന്നത്. ഇങ്ങനെ തല്ലുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആൾക്കാർ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ പറയുന്നവന് നാണമില്ലെങ്കിൽ കേൾക്കുന്ന എനിക്ക് നാണമുണ്ട് സാർ, എനിക്ക് നാണമുണ്ട്. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ അവസ്ഥ. ഇത്രയും വലിയ ഏകാധിപതിയെ നിങ്ങൾ നെഞ്ചേറ്റി നടക്കുക, എന്നിട്ട് മോദി കൊണ്ടുവരാൻ പോകുന്ന എന്തോ സാധനം എന്താണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. ഭരണഘടന മാറ്റിമറിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ അറിവിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ലേറ്റസ്റ്റ് ഇരിക്കുന്ന പുസ്തകം അനുസരിച്ച് 114 തവണയോ മറ്റോ ഭരണഘടന ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസും വരുത്തിയിട്ടുണ്ട്, എല്ലാവരും വരുത്തിയിട്ടുണ്ട്. ഇതെന്താ ഇത്ര വലിയ കാര്യം? ഭരണഘടന മാറ്റിമറിക്കും. എന്ത് മാറ്റി, എന്ത് മറിച്ചു, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? രാജാജി മാത്യൂസിന് സ്വതന്ത്രമായിട്ട് ഇവിടെ നടന്ന് പ്രസംഗിക്കാനുള്ള അവകാശമില്ലേ? പ്രകടനം നടത്താനുള്ള അവകാശമില്ലേ? ബഹളം വയ്ക്കാനുള്ള അവകാശമില്ലേ? ഒരൊറ്റ ദിവസം ലോക്സഭ നടത്താൻ നിങ്ങൾ സമ്മതിക്കാറുണ്ടോ? എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ലോക്സഭാ ചട്ടങ്ങളിൽ എല്ലാവരും കൂടെ സമ്മതിച്ചതടക്കം പ്ലക്കാർഡ്, അതിന് വിരുദ്ധമായിട്ട് പ്ലക്കാർഡ് കാണിച്ചപ്പോൾ നിങ്ങളെ പുറത്താക്കി.
അതിന് വിരുദ്ധമായിട്ട് ഒരു പരിധിയിലധികം ബഹളം വെച്ചപ്പോൾ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഇതല്ലാതെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? ജനങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്? പിന്നെ നിങ്ങളുടെ കുറേ ആഗ്രഹങ്ങളുണ്ട്, അത് ജനവിരുദ്ധമാണ്, ദേശവിരുദ്ധമാണ്, അത് നടക്കാൻ സാധ്യമല്ല. 370 തിരിച്ചു കൊണ്ടുവരിക പറ്റില്ല സാർ. 370 370 ഹാസ് ബീൻ റാറ്റിഫൈഡ് ബൈ സുപ്രീം കോർട്ട്. എവറി സ്റ്റെപ്പ് വാസ് ടെസ്റ്റഡ് ബൈ സുപ്രീം കോർട്ട്. ഇല്ലേ? ഇത്രയധികം ബില്ലുകൾ, ഇത്രയധികം ആക്റ്റുകൾ ഒരു സർക്കാരിൻ്റെയും സുപ്രീം കോടതിയിൽ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല. നിങ്ങൾ ഓരോ സ്റ്റെപ്പും സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു. അന്ന് നിങ്ങൾ ഭരിക്കുന്ന കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരായിരുന്നു, ഇല്ലേ? നിയമമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ കൂടെ നിങ്ങൾ നിയമിക്കുന്ന കോടതികൾ. എന്നിട്ട് പോലും നിങ്ങൾ പലതവണ കോടതിയിൽ തോറ്റു. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് നിയമനത്തിൽ പങ്കൊന്നുമില്ല. വെറുതെ ഫയൽ വെച്ച് താമസിപ്പിക്കാൻ വേണമെങ്കിൽ കുറച്ച്, ഇതിൽ കവിഞ്ഞ് അങ്ങേർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ആ അവസ്ഥയിലും അങ്ങേരുടെ ഓരോ ബില്ലും, അങ്ങേര് പിൻവലിച്ച കാർഷിക ബില്ല് വരെ സുപ്രീം കോടതി റാറ്റിഫൈ ചെയ്തു. Now what more you want, sir? Why this vilification against that man merely because you don't like his face? മഹാ കഷ്ടമാണിത്.